ഹായ് ഡിയർ സ്റ്റുഡൻസ്, 2024 നീറ്റ് എഴുതിയ എല്ലാ ആൾക്കാരും നീറ്റ് സ്കാമിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയ എന്നാൽ ഞങ്ങളുടെ കുട്ടികൾ ശ്രദ്ധിച്ച ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു 3 or 4 സ്റ്റുഡൻസ് ഈ പറയുന്ന നീറ്റിൻ്റെ ഒഫീഷ്യൽ കീ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞങ്ങളടുത്ത് കുറച്ച് മാർക്സ് പറഞ്ഞിരുന്നു. അവർക്ക് ഇത്ര മാർക്ക് കിട്ടും, ഇത്ര മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഫൈൻ, അതൊക്കെ ഓക്കെ തന്നെയാണ്, നമ്മളതൊക്കെ കേട്ടു, എല്ലാവരും പറഞ്ഞ മാർക്കുകൾ കേട്ടു. സ്കോർ കാർഡ് വന്നപ്പോൾ അവർ പറഞ്ഞ മാർക്കിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് മാർക്ക് കൂടിപ്പോയി എന്നാണ്. ചില കുട്ടികൾക്ക് എന്താ പറയുക, അഡീഷണൽ ഗ്രേസ് മാർക്സ് ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ കൺസേൺ അതല്ല. ഞങ്ങളുടെ കുട്ടികൾ പറഞ്ഞ മാർക്കിൽ നിന്ന് കുറഞ്ഞ മാർക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അവരുടെ OMR അവരുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, NTA എല്ലാവരുടെയും OMR അവരവരുടെ മെയിലിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ മെയിലിലേക്ക് കൊടുത്തിരുന്ന OMR നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 528 മാർക്ക് 628 മാർക്ക് 628 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ OMR ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ആക്ച്വൽ മാർക്ക് വരുന്നത് 633 മാർക്കാണ്. അതേപോലെ 531 എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്ത മാർക്ക് സ്കോർ കാർഡിൽ വന്നിരിക്കുന്നത് 515, എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലാണ്, 515 ഒക്കെയാണ് സ്കോർ കാർഡിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 513 എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്ത മാർക്ക് എന്ന് പറയുന്നത് 506 നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഇത് ആരെങ്കിലും കൺസേൺഡ് പേഴ്സൺസ് കാണുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ വളരെ ജ്ഞാനമുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരിക. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ 633 എന്ന് പറയുന്ന മാർക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ റാങ്കിൽ വലിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 628 ആണ് കിടക്കുന്നത്, അത് 633ലേക്ക് മാറുമ്പോഴത്തേക്കും വലിയൊരു മാർക്ക് ഡിഫറൻസ് വരാനുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. റാങ്ക് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്ക് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ ചെയ്തിടുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. നിങ്ങളുടെ OMR ഷീറ്റ്സ് ക്രോസ് ചെക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ കീ അവൈലബിൾ ആണ്, അത് വെച്ച് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇനിയും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിൽ നിന്നുള്ള മാർക്ക് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും NTA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത മാർക്കായിരിക്കും ഗ്രേസ് മാർക്കായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ NTA അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ദയവേത് അങ്ങനെ ചെയ്യരുത്. പാവം കുട്ടികളുടെ മാർക്കല്ലേ, അത് അങ്ങോട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലല്ലാതെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഏതൊരു ഇഷ്യൂ റൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ 2 തലവും ആലോചിക്കണം. കൂടുതൽ മാർക്ക് കിട്ടിയതാണോ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞു പോയ കുറേ കുട്ടികളും ബാക്കിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരൊന്ന് തയ്യാറാവണം. അതിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശബ്ദം ഉയർത്തണം. ഞങ്ങളും റെഡിയാണ്, ഞങ്ങളും ശബ്ദം ഉയർത്തുന്നുണ്ട്. എന്താണ് സംഭവിക്കാമെന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. NTA യോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. താങ്ക്